ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്, നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ, ഓരോ കാര്യങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടാവും. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഏകദേശം എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനായിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ആ ഒരു കാറ്റഗറി നമ്പർ 548/2025 അല്ലെ, ഇതാണ് നമ്മുടെ ആ ഒരു കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്ക് പറയുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് 1 പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും ആ വേക്കൻസീസിന്റെ നമ്പർ കൂടുന്നതായിരിക്കും. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അല്ലെ. നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു നമ്പർ 1 എന്ന് പറഞ്ഞതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഒരു ടെൻഷൻ അവിടെ എന്തായാലും വന്നിട്ടുണ്ടാവും. പക്ഷെങ്കിൽ പൊതുവെ അത്യാവശ്യം നല്ല ഒരു നമ്പർ ഓഫ് പോസ്റ്റിംഗ് നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ 1 കണ്ടിട്ട് ആരും തന്നെ എന്താണ് ഒരു സങ്കുചിതപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തു നിൽക്കരുത്. 14/1 ആണ്, ജനുവരി 14 നമ്മൾ ആ ലാസ്റ്റ് ഡേറ്റിന് വൈകുന്നേരമൊക്കെ അപ്ലൈ ചെയ്യാന്നൊക്കെ വിചാരിച്ച് നീട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അവസാനം ചിലപ്പോൾ അല്ലേ മിസ്സായി പോകേണ്ട ഒരു ചാൻസ് വരും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരികയാണ്. നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന് പ്രീവിയസ് റാങ്ക് ലിസ്റ്റ്, ഇതിന് മുന്നേ നടന്നിട്ടുള്ള ആ ഒരു എക്സാമിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതുപോലെ അഡ്വൈസുമായിട്ട് സംബന്ധിച്ച് എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട്, അതുപോലെ അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കും. കോമ്പറ്റീഷൻ ലെവൽ അല്ലെ, കറന്റ്ലി ഇപ്പൊ എന്താണ് നമ്മുടെ ആ ഈ ഒരു എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷൻ, നമുക്ക് എത്ര എതിരാളികൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ എന്താണ് ആ ഒരു സിലബസ്, ഒരു ഏകദേശം ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സിലബസ് ഡിസ്കഷൻ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നടത്താവുന്നതാണ്. സോ ആദ്യത്തെ കാര്യം എന്താണ്, പ്രീവിയസ് റാങ്ക് ലിസ്റ്റിന്റെ കേസ് അല്ലെ. അപ്പൊ എക്സാം, ഇതിന് മുന്നേ ഉള്ള എക്സാം നടന്നത് ജൂലൈ 31, 2021 അപ്പൊ ആ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 35,000 അടുത്ത ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കേസായിരുന്നു. കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 72.33 അതിൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞല്ലേ, ഈ കാണിച്ചിരിക്കുന്ന 598 ആയിരുന്നു നമ്മൾ പറയുന്ന ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ആ ഒരു എണ്ണം എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 407 ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ എന്താണ് ലിസ്റ്റ് നിലവിൽ വന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 27, 2022 അല്ലെ. മെയിൻ ലിസ്റ്റിൽ 598 ആൾക്കാരാണ് ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അല്ലെ. ഇനി ആ ഒരു അഡ്വൈസിന്റെ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു അത്ഭുതപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരും. ഏകദേശം ആ 598 അകത്ത് 503 ആൾക്കാർക്ക് അല്ലെ, 503 ആൾക്കാർക്ക് അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 3 വേക്കൻസീസ്, ആ താഴെയുള്ള സാധനം ഒന്ന് എന്തായാലും നിങ്ങൾ അഡ്വൈസ് തപ്പുന്ന സമയത്ത് അത് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. 3 വേക്കൻസീസ് സെറ്റ് അപ്പാർട്ട് ആസ് നോ DA കാൻഡിഡേറ്റ്സ് അവൈലബിൾ ഫോർ ഫില്ലിംഗ്. അതായത് അവിടെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സ് ഇല്ലാത്തത് കാരണം 3 വേക്കൻസീസ്, ആ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു 3 വേക്കൻസീസ് അവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി ഭാവിയിൽ വരുന്ന ആ ഒരു ലിസ്റ്റിന്റെ അകത്ത് നോക്കി ആ ഒരു വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതായിരിക്കുന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കേസ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 26/7/2025 ആയിരുന്നു. അത് ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന ആ ഒരു കേസിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് 598 ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു കേസിൽ 503 ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന ആ ഒരു എക്സാമിന് ഈ ഒരു 503 ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മേ ബി ഒരു 300, 400 അല്ലെങ്കിൽ അതിനേക്കാളും മേളിൽ, ചിലപ്പോൾ ഈ ഒരു 503 കൂടുതൽ വരുന്ന ഒരു കേസും വരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 1 എന്ന് പറഞ്ഞ ആ നമ്പർ കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉറപ്പായിട്ട് അത്യാവശ്യം നല്ലൊരു വേക്കൻസീസ് ഗ്രാജുവലി അവിടെ ജനറേറ്റ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ആ ഒരു കോമ്പറ്റീഷൻ ലെവലിന്റെ കേസ് അല്ലെ. ഞാൻ ഈ കോമ്പറ്റീഷൻ ലെവലിന്റെ കേസിൽ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് നമുക്ക് ഗ്രേഡ് 3 എക്സാം, കേരള വാട്ടർ അതോറിറ്റിന്റെ ആ ഒരു ഗ്രേഡ് 3 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഒക്ടോബർ 23 വെച്ചിട്ട് അതൊന്ന് നീട്ടിയിട്ട് ഒക്ടോബർ 30 ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കേസായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് 28,413 ആൾക്കാരാണ്. അതിൽ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ 21,313 ആയിരുന്നു. അപ്പൊ ഗ്രാജുവലി ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 35,000 അല്ലെങ്കിൽ അതിൽ പരം ആൾക്കാർ അപ്ലൈ ചെയ്ത ഒരു കേസായിരുന്നു നമ്മൾ 2021 ആ ഒരു എക്സാം നടന്ന സമയത്ത്. അപ്പൊ നമ്മുടെ ആ ഒരു മെക്കാനിക്കൽ സിവിൽ ബ്രാഞ്ചുകളിൽ ഗ്രാജുവലി ആ ഒരു ആൾക്കാരുടെ എണ്ണം അല്ലെ, സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഡിക്ലൈൻ ചെയ്ത് വരുന്നതിന്റെ ഒക്കെ ആ ഒരു കേസിൽ നമ്മൾ എല്ലാ എക്സാം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലും അതുപോലെ ആ ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന ആളുടെ എണ്ണത്തിലൊക്കെ ആ ഒരു കോമ്പറ്റീഷന്റെ ആ ഒരു എണ്ണം, ഒരു കോമ്പറ്റീഷൻസിന് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ആൾക്കാരുടെ എണ്ണത്തിൽ ചെറിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 28,413 ആൾക്കാർ വീണ്ടും അപ്ലൈ ചെയ്തേക്കാം അല്ലെ.
മേ ബി ആ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ മാറിയേക്കാം. അതുപോലെ കൺഫർമേഷൻ കേസൊക്കെ ഏകദേശം ഈ ഒരു സെയിം ലെവൽ, ഇപ്പം നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ആ ഒരു എക്സാം ആയതുകൊണ്ട് ഏകദേശം ആ ഒരു സെയിം ലെവൽ ഓഫ് ആൾക്കാർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ എന്താണ് പൊതുവെ ആ ഗ്രേഡ് 3 എക്സാമും ഗ്രേഡ് 2 എക്സാമും ഒക്കെ പണ്ടൊക്കെ ഏകദേശം ഒരുമിച്ച് നടക്കുന്നതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവരത് ഒരുമിച്ച് നടത്തിയിട്ടില്ല, രണ്ടായിട്ട് തന്നെ നടത്താൻ ഉള്ള ഒരു പ്ലാനാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇത്രയും നമ്പർ ഓഫ് ആൾക്കാർ, ഈ ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ തന്നെ നമുക്കൊരു കോമ്പറ്റീഷൻ, നിങ്ങളുടെ എതിരിടുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഈ ഒരു ഏകദേശം ഈ ഒരു നമ്പർ തന്നെ ആയിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇനി എന്താണ് ആ ഒരു സിലബസിന്റെ അകത്തല്ലേ. സിലബസിന്റെ കേസും നമുക്ക് പൊതുവെ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന്റെ സിലബസിൽ വലിയൊരു മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ആ ഒരു ഗ്രേഡ് 3 എക്സാമിന് വന്ന സിലബസ് ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു ഗ്രേഡ് 2 എക്സാമിന് ഉണ്ടാവും. ഇൻ കേസ് അതിൽ മാറ്റം വരികയാണെങ്കിൽ വളരെ ചെറിയ വല്ല മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കൺഫർമേഷൻ ഒക്കെ വന്ന് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ ഒരു മോഡുലേഷൻസ് വേണമെങ്കിൽ വരുത്താം അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കറന്റ് ആ ഒരു ഓൾറെഡി വന്നിട്ടുള്ള ഗ്രേഡ് 2 എക്സാം ഗ്രേഡ് 3 എക്സാമിന്റെ ആ ഒരു സിലബസ് തന്നെ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് എന്തൊക്കെയാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഇത് സിവിൽ ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിന്റെ അകത്ത് ആദ്യത്തെ 3 ആൾക്കാർ നമുക്ക് മെക്കാനിക്കലുമായിട്ടാലും ബന്ധമുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻസ്, ഓട്ടോകേഡ്, എല്ലാവർക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരു അല്ലെ ആ 2 ബ്രാഞ്ചിൽ വരുന്ന ആൾക്കാർക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ആക്ച്വൽ ആ ഒരു കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സർവേയിങ് ആണ്. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷന്റെ അകത്ത് മാർക്കുകൾ ഉണ്ട് അല്ലെ. അതുപോലെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷന്റെ അകത്തും മാർക്ക്. അപ്പൊ ടോട്ടൽ നമ്മൾ ആ ഒരു സ്പ്ലിറ്റ് അപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സിവിലിന് നമ്മൾ പറയുന്നത് എക്സാക്ട് ആയിട്ട് 38 ആയിരുന്നു അല്ലെ. സിവിലിന്റെ കേസിൽ എക്സാക്ട്ലി ഈ പറയുന്ന മാർക്കുകൾ 38 ആണ്. ഈ കോമൺ ആയിട്ടുള്ള മാർക്കുകൾ അല്ലെ, ആ കോമൺ ആയിട്ടുള്ള മാർക്കുകൾ 24 ആയിരുന്നു. അതുപോലെ എന്താണ് നമ്മൾ മെക്കാനിക്കൽ ടോപ്പിക്സിന്റെ കേസ് ആ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5 മൊഡ്യൂൾ 6 മൊഡ്യൂൾ 7 അല്ലെ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നത്. സോ സർഫസസും അതുപോലെ ആ ഒരു സോളിഡ്സിന്റെ കേസിൽ 5 മാർക്ക് പറയുന്നുണ്ട്. ഫാസ്റ്റ്നേഴ്സും വെൽഡൊക്കെ ആയിട്ട് 8 മാർക്ക് പറയുന്നുണ്ട്. പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സിന്റെ അകത്ത് 5 മാർക്സ് പറയുന്നുണ്ട്. ബെൽറ്റ് ഡ്രൈവും അതുപോലെ ഗിയർ ഡ്രൈവിന്റെ കേസിൽ 7 മാർക്സ് ആണ്. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിന്റെ അകത്ത് 5 ആണ്. ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസിൽ 4 ഉണ്ട്. ബിയറിംഗ്സിന്റെ കേസിൽ 4 മാർക്ക് അല്ലെ. അപ്പൊ അത്യാവശ്യം ആ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഓൾറെഡി നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് അല്ലെ ഒരു കുറച്ചു കാലം മുന്നേ ആ ഒരു ഗ്രേഡ് 3 എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു സിലബസ് തന്നെ ഒന്ന് കാര്യമായിട്ട് ഇരുന്ന് പഠിച്ചാൽ നമുക്ക് ഒന്ന് അല്ലെ ആ ഒരു എക്സാം അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു വരാൻ പോകുന്ന ആ ഒരു എക്സാം നല്ല സൂപ്പർ ആയിട്ട് ആ ഒരു റിവിഷൻ ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് എഴുതാൻ പറ്റും. ഇനി ബാക്കിയുള്ള ആൾക്കാരും ഈ ഒരു എക്സാമിന് പഠിച്ചു തുടങ്ങും. അത്ര വലിയ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല. നിങ്ങൾക്ക് ഇനി മെക്കാനിക്കൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ സിവിലിന്റെ ടോപ്പിക്സ് അത്ര വലിയ ബാലികേറാമല്ല ടോപ്പിക്സ് അല്ല. അതുപോലെ എന്താണ് നമുക്ക് ആ ഒരു മെക്കാനിക്കൽ പഠിക്കാനുള്ള സിവിലിന്റെ ആൾക്കാർക്കായാലും നമുക്ക് അത്യാവശ്യം അത്ര വലിയൊരു വൈഡ് ടോപ്പിക്സ് അല്ല. നമുക്ക് ഒന്ന് നോക്കിയെടുത്താൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എക്സാമിന് ചോദിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന് മുൻനിർത്തിയിട്ട് KWA ഗ്രേഡ് 2 മെക്കാനിക്കൽ ടോപ്പിക്സിന്റെ ഒരു ബാച്ച് ഈ വരുന്ന ജനുവരി 10 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1499 ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ആ ഒരു നമ്പർ 9995 100 അല്ലെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു നമ്പറിൽ അന്വേഷിക്കുക. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. നമുക്ക് ഈ ഒരു എക്സാം നല്ല സൂപ്പറായിട്ട് എഴുതണം, നമുക്ക് നല്ല റാങ്ക് വാങ്ങിക്കണം അല്ലെ, നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു ജോലി വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് ക്ലാസ്സുകളിൽ കാണാം.